മന്ദരപർവ്വതവും വാസുകിയും പാലാഴിയിലെത്തിയതോടെ ദേവികൾ ആശ്വാസമായി. പരിശുദ്ധ വർണ്ണത്തിൽ ശരത്കാല ആകാശം പോലെ തെളിഞ്ഞ പാലാഴിയിൽ മന്ദരത്തെ കടയാക്കി ദേവാസുരന്മാർ മഥനം തുടങ്ങി. ദേവകൾ വാസുകിയുടെ വാൽഭാഗവും അസുരന്മാർ തലഭാഗവും പിടിച്ചുകൊണ്ട് മന്ദരത്തെ കടഞ്ഞു തുടങ്ങി. തേജസ്വിയായ വാസുകിയുടെ മുഖത്തു നിന്നും വിഷപൂരിതമായ നിശ്വാസം പുറത്തു വന്നു. അത് ശ്വസിച്ച അസുരഗണങ്ങൾക്കിടയിൽ മ്ലാനത പരയുകയും അവരുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങുകയും ചെയ്തു. മഥനം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് വിശിഷ്ടങ്ങളായ പല വസ്തുക്കളെയും കാമധേനുവിനെയും വരുണാദേവിയെയും മറ്റും പൊന്തി വന്നു. പെട്ടെന്നൊരു ചുടുകാറ്റ് വീശി. അതോടൊപ്പം അന്തരീക്ഷത്തെ കാരവർണ്ണമാക്കിക്കൊണ്ട് വാസുകിയുടെ വായിൽ നിന്നും വിഷമൊലിച്ചിറങ്ങുവാൻ തുടങ്ങി. ഇക്കാഴ്ച കണ്ട ദേവാസുരന്മാർ ഭയന്ന് വിറച്ചുപോയി. വാസുകി ഛർദ്ദിക്കുന്ന ഉഗ്രവിഷം താങ്ങുവാൻ പ്രപഞ്ചത്തിലെ യാതൊരുവിനും സാധിക്കുന്നതല്ലെന്ന് ഏവർക്കും അറിയാമായിരുന്നു. ആ സമയം ബ്രഹ്മദേവൻ വാസുകിയുടെ വായിൽ നിന്നും വമിച്ച ആ വിഷത്തെ കയ്യിലേറ്റുവാങ്ങി. അതിനുശേഷം ആ വിഷത്തെ മഹേശ്വരന് നേരെ നീട്ടിക്കൊണ്ട് അരുളി ചെയ്തു: മഹേശ്വര, ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുന്നതിനുള്ള വീര്യം വാസുകിയുടെ വിഷത്തിനുണ്ട്. കാളകൂടമെന്ന പേരുള്ള ഈ വിഷം അഗ്നിയിലിട്ടാൽ അഗ്നി ഇല്ലാതെയാകും. ജലത്തിലിട്ടാൽ പ്രപഞ്ചത്തിലെ ജലം മുഴുവൻ നാശമാകും. അതിനാൽ പ്രഭോ, അങ്ങ് കാളകൂടം സ്വീകരിക്കുക. അങ്ങയെ അതിജീവിക്കുവാൻ കാളകൂടത്തിന് സാധിക്കുകയില്ല. ശിവശങ്കരൻ സന്തോഷത്തോടുകൂടി കാളകൂടം സ്വീകരിച്ച് പാനം ചെയ്തു. ആ കാഴ്ച കണ്ട് നിൽക്കുകയായിരുന്ന ഉമാദേവി അമ്പരന്നു പോയി. തൻ്റെ പ്രിയതമനിത കാളകൂട വിഷം പാനം ചെയ്യുന്നു. പരിഭ്രാന്തനായ ദേവിയോടി പരമേശ്വരന്റെ സവിധത്തിൽ ചെന്ന്, ദേവ, അവിടുന്ന് എന്ത് അനർത്ഥമാണ് കാണിക്കുന്നത്? പ്രപഞ്ച സ്നേഹത്താൽ മതിമറന്ന അങ്ങ് സ്വജീവൻ ത്യജിക്കുന്നത് നന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാന്റെ കണ്ടത്തിൽ പിടിമുറുക്കി. ഭഗവാന്റെ കണ്ടത്തിലൂടെ ഒഴുകിയിറക്കുകയായിരുന്ന കാളകൂട വിഷത്തിന് അതോടെ താഴോട്ടിറങ്ങുവാൻ മാർഗമില്ലാതെയായി തീർന്നു. ഭഗവാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും പാർവതി കൈവിരലുകൾ അയച്ചതേയില്ല. വിഷം കണ്ടത്തിൽ തങ്ങി നിൽപ്പായി. ക്രമേണ ഭഗവാൻ ശിവന്റെ കണ്ടം കാളകൂടബാധയാൽ നീലവർണ്ണമാക്കി. ആശ്ചര്യകരമായ കാഴ്ച കാണുകയായിരുന്ന ബ്രഹ്മ വിഷ്ണു വേദാദികളും അസുരന്മാരും ആശ്ചര്യഭരിതരായി. ഭഗവാൻ വിഷ്ണു ഇപ്രകാരം അരുളി ചെയ്തു: മഹേശ്വര, അങ്ങയുടെ കണ്ടത്തിൽ ബാധിച്ചിരിക്കുന്ന വിഷം അവിടത്തേക്ക് അലങ്കാരമായി വർത്തിക്കുന്നതായിരിക്കും. സംഹാര ശക്തിശാലിയായ പരമശിവൻ ഇന്നു മുതൽ നീലകണ്ഠനെന്നും അറിയുന്നതായിരിക്കും. അന്നു മുതൽ പരമശിവൻ നീലകണ്ഠനായി മാറി. അടുത്തത് ശാസ്താവിൻ്റെ ജനനത്തെ പറ്റിയുള്ള കഥയാണ്. തുടരും.